പോസിറ്റീവ് തിങ്കിങ് എന്നത് വിഡ്ഢിത്തരമാണ്, റബ്ബിഷാണ്. അതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സത്യമല്ല. ന്യൂറോ ബയോളജിക്കൽ ലെവലിൽ ഏറ്റവും വേഗത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് പോസിറ്റീവ് തോട്ട്സ്. ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ട്. നമ്മളിൽ മിക്കവാറും ആളുകൾക്ക് പച്ചമാങ്ങ ഇഷ്ടമായിരിക്കും അല്ലേ? നമുക്ക് കണ്ണുകൾ അടച്ച് നല്ലൊരു പച്ചമാങ്ങ കയ്യിലുള്ളതായി സങ്കല്പിക്കാം. ആ നല്ല പുളിയുള്ള പച്ചമാങ്ങ അതങ്ങനെ മുറിച്ച് ഉപ്പും മുളകുമെല്ലാം പുരട്ടി അങ്ങനെ നാവിൽ വെക്കുന്നത് സങ്കല്പിക്കാം. ഇനി കണ്ണുകൾ തുറക്കാം. എന്താണ് സംഭവിച്ചത്? വായിൽ വെള്ളം വന്നു അല്ലേ? ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഇത്ര നിസ്സാരമായ ചെറിയൊരു ചിന്തയ്ക്ക് പോലും നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ എത്രയധികം ബാധിക്കുന്നുണ്ടാവും? പഠനങ്ങൾ കാണിക്കുന്നത് നമുക്ക് ഒരു ദിവസത്തിൽ ഏകദേശം 60,000 ചിന്തകൾ വരെ ഉണ്ടാകുന്നുവെന്നാണ്. അതിൽ 80% നെഗറ്റീവ് ആണത്രേ. അതിൽ മിക്കവാറും തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്നതിൽ നിന്നും നമ്മളെ തടയുന്നതും അതുപോലെ തന്നെ നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നതും. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കെമിക്കൽസ് നമ്മുടെ തലച്ചോറിൽ റിലീസ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും ദഹന പ്രക്രിയയെയും അതുപോലെ ഹോർമോണൽ റെഗുലേഷനെയും മറ്റും മികച്ചതാക്കുന്നു. നമ്മൾ ക്ഷേമത്തിലാകുന്നു, സന്തോഷവാന്മാരാകുന്നു. അതുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ മൂല്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവരായി നമുക്ക് മാറാം.